പെട്ടെന്ന് നമുക്ക് ഒരു ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്താലോ, അതായത് ആംഗിൾ ഓഫ് എലവേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ. ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, താഴത്തുനിന്ന് മുകൾക്ക് നോക്കുന്നതല്ലേ. അല്ലേ, ഒരു കുട്ടി കേട്ടോ, കുട്ടി ഇവിടെ നിന്നിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഒരു സ്ട്രെയിറ്റ് വ്യൂ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ആംഗിൾ ഓഫ് അപ്പർ വ്യൂ, അതായത് ആംഗിൾ ഓഫ് എലവേഷൻ ഉണ്ടാവും. ഈ കുട്ടീൻ്റെ ഹൈറ്റ് 10 മീറ്ററാണ്. ഓക്കെ, 10 മീറ്ററുള്ള ചെറിയ കുട്ടി. അതുപോലെ തന്നെ ഇത് 30 ഡിഗ്രിയാണ്. ഇത് തമ്മിലുള്ള ദൂരം 40 ആണ്. 40 മീറ്ററാണ് തമ്മിൽ ദൂരം. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കാണാൻ, ആംഗിൾ ഓഫ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളെങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ, ഈ കുട്ടീൻ്റെ ഹൈറ്റ് സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെയും 10 മീറ്റർ തന്നെ ആവില്ലേ. സ്ട്രെയിറ്റ്, കുട്ടി സ്ട്രെയിറ്റ് ആണ്, ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ്. സ്ട്രെയിറ്റ് ആകുമ്പോൾ ഇവിടെ എന്താവും, 10 മീറ്റർ ആവും. ഇനി ആംഗിൾ ഓഫ് എലവേഷൻ 30 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 90 വരിക, 90 ഡിഗ്രി. ഇവിടെ എന്ത് വരും, 60 ഡിഗ്രി വരും. ഈ രണ്ടോട് 30, 60, 90 നമുക്ക് റേഷ്യോ അറിയാമല്ലോ. എന്താണ് 30:60:90 എന്താണ് 1:√3:2 അല്ലേ. ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 തന്നെയല്ലേ, കാരണം ഇതും സെയിം ലെവലിലല്ലേ പോണ 40. നമുക്ക് എന്ത് വിളിച്ചാൽ മതി, ഈ ഒരു ലെങ്ത്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ, 60ക്ക് ഓപ്പോസിറ്റാണ് 40, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് 40. ഞാൻ സിമ്പിൾ വേ ആണ് പറഞ്ഞത്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് 40. അതായത് x√3 ആണ് എന്ത് 40. അവിടെ നിന്ന് x ഈക്വൽ ടു എന്ത് വരും, 40/√3 എന്ന് വരില്ലേ. അപ്പോൾ ഈ ഹൈറ്റ് എന്ത് വരും, 40/√3 എന്ന് വരും. ടോട്ടൽ ഹൈറ്റ് എന്ത് വരും, 40√3 + 10 ഓവർ. ഓക്കെ.